നമുക്ക് ഇന്ന് കുറച്ച് ഫ്രേസൽ വേർബ്സ് പഠിക്കാം. പക്ഷേ ആ ഫ്രേസൽ വേർബ്സ് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് കമ്പൈൻ ചെയ്ത് കോമ്പിനേഷൻ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫ്രേസൽ വേർബ് നോക്കാൻ പോകുന്നത് പുട്ട് ഓൺ ആണ്. പക്ഷേ പുട്ട് ഓൺ എന്ന് വെച്ചാൽ എന്താ, സാധാരണ എന്തായിരിക്കും അതിൽ നിന്ന് അർത്ഥം വരുത്തുക? എന്തെങ്കിലും ഇടുക, എന്തെങ്കിലും ധരിക്കുക, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് നമ്മൾക്ക് പുട്ട് ഓണിലുള്ളത്. ഫോർ എക്സാമ്പിൾ, ഷീ പുട്ട് ഓൺ ഹെർ ഡ്രസ്സ്, അവൾ അവളുടെ ഡ്രസ്സ് ഇട്ടു. അതിനോട് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരെണ്ണമാണ് ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. ടേക്ക് ഓഫിന് ഒത്തിരി ഫ്രേസൽ വേർബ്സിന് പല അർത്ഥം കാണും. ഇപ്പം നമ്മളൊരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിനും ടേക്ക് ഓഫ് എന്നാണ് പറയുന്നത്. ബേസിക്കലി റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ വിടുക എന്നൊക്കെയുള്ള പോലെയാണ് ടേക്ക് ഓഫിന് അർത്ഥം വരുന്നത്. നമ്മൾ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് അതിനെ ഊരി കളയുന്നതിന് നമ്മൾ ടേക്ക് ഓഫ് എന്ന് പറയും. ഷീ ടുക്ക് ഓഫ് എ ഡ്രസ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, വേറൊരു വേർഡാണ് പിക്കപ്പ്. പിക്കപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആരെങ്കിലും ഒരിടത്തുനിന്ന് പിക്കപ്പ് ചെയ്യുക, വണ്ടിയിൽ കയറ്റുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പിക്കപ്പ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിക്ക് മീ അപ്പ് ഫ്രം ദ തേർഡ് ലെയിൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഡ്രോപ്പ് ഓഫ് എന്ന് പറയുന്നത്. ഡ്രോപ്പ് ഓഫ് പറഞ്ഞാൽ എന്താ, ഒരിടത്ത് ഇറക്കി വിടുക അല്ലെങ്കിൽ ഒരിടത്ത് കളയുക എന്നൊക്കെയുള്ള പോലെയാണ് ഡ്രോപ്പ് ഓഫിന് അർത്ഥം വരുന്നത്. ഡ്രോപ്പ് ഓഫിന് വേറെയും അർത്ഥങ്ങളുണ്ട് കേട്ടോ. മറ്റൊരർത്ഥം എന്ന് പറയുന്നത് ഉറങ്ങിപ്പോവുക എന്ന അർത്ഥമാണ്. ഷീ ഡ്രോപ്ഡ് ഓഫ്, ഷീ ഡ്രിഫ്റ്റഡ് ഓഫ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കോമൺ ആയിട്ടുള്ള മറ്റൊരെണ്ണം എന്ന് പറയുന്നത് ഈ എവിടെയെങ്കിലും വിടുക എന്നുള്ളതാണ്. ഡ്രോപ്പ് മീ ഓഫ് ഹിയർ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഡ്രോപ്പ് ഓഫ് എന്ന് പറയുന്നത്. ഇനി ഗെറ്റ് ഓൺ. ഗെറ്റ് ഓൺ എന്തിലെങ്കിലും കയറുക എന്നൊക്കെയുള്ള പോലെയാണ്. എസ്പെഷ്യലി നമ്മളൊരു വണ്ടിയെ കയറുന്നതിന് നമ്മൾ ഗെറ്റ് ഓൺ പറയും. ദേ ഗോട്ട് ഓൺ ടു ദ ബസ് എന്ന് നമുക്ക് പറയാം. ഗെറ്റ് ഓഫ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. എന്തിൽ നിന്നെങ്കിലും ഇറങ്ങുക എന്നുള്ള പോലെയാണ് നമ്മൾ ഗെറ്റ് ഓഫ് പറയുന്നത്. ദേ ഗോട്ട് ഓഫ് ആറ്റ് സോ ആൻഡ് സോ പ്ലേസ് എന്ന് നമുക്ക് പറയാം. അതേപോലെ റൺ ആഫ്റ്റർ. റൺ ആഫ്റ്റർ എന്താണെന്ന് വെച്ചാൽ എന്തിനെങ്കിലും പിറകെ ഓടുക എന്നുള്ള പോലെയാണ് നമ്മൾ റൺ ആഫ്റ്റർ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ പോലീസ് റാൻ ആഫ്റ്റർ ദ thieves. ഓക്കെ, ദ പോലീസ് റാൻ ആഫ്റ്റർ ദ thieves. അതുപോലെ പക്ഷെ റൺ അവേ ആണല്ലോ. റൺ അവേ വുഡ് ബി ഓടിപ്പോവുക എന്നുള്ള പോലെ. ഓക്കെ, അപ്പം പോലീസ് റാൻ ആഫ്റ്റർ ദ തീഫ് എന്നാണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും ദ തീഫ് റാൻ അവേ. തീവ്സ് എന്ത് ചെയ്തു? ഓടിപ്പോയി. ഓക്കെ, സോ ആ ഓടിപ്പോയി ആണ് ഇവിടുത്തെ റൺ അവേ എന്ന് പറയുന്നത്. അതേപോലെ സ്പീഡപ്പ് എന്താണ്? കുറച്ചുകൂടി സ്പീഡ് കൂട്ടുക എന്നുള്ളത്. ഓക്കെ, സോ സ്പീഡ് അപ്പ് സംതിങ്. സ്പീഡ് അപ്പ് നമ്മൾ വെറുതെ നമ്മൾ സ്പീഡ് അപ്പ് എന്ന് പറയും അല്ലേ, കുറച്ച് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി. അതേപോലെ സ്ലോ ഡൗൺ ആണെങ്കിലോ, കെൻ യു സ്ലോ ഡൗൺ എ ബിറ്റ് ആണെങ്കിലോ, ഒന്ന് നമ്മൾ വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ വണ്ടിയുടെ ആ ഒരു സ്പീഡ് കുറയ്ക്കുക എന്നുള്ള രീതി നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി പേസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്ലോ ഡൗൺ എന്ന് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യേണ്ടി വരുന്ന കുറേ ഫ്രേസൽ വേർബ്സ് ആണ്. ഈ പുട്ട് ഓൺ, പിക്കപ്പ്, ഗെറ്റ് ഓൺ, ഗെറ്റ് ഓഫ്, റൺ ആഫ്റ്റർ, സ്പീഡ് അപ്പ്, സ്ലോ ഡൗൺ ഒക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടി ഈ വേർഡ്സിൻ്റെ മീനിങ് മനസ്സിലാക്കി വെക്കുക. ഈ വേർഡ്സ് മാക്സിമം യൂസ് ചെയ്യാനും ശ്രമിക്കുക. ഇതേപോലെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് സീരിയസ് ആയിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക്, ഇംഗ്ലീഷിനോട് അത്ര ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങളൊരു കൗൺസിലറിനെ കോൺടാക്ട് ചെയ്യുകയും ആ കൗൺസിലർ നിങ്ങൾക്ക് കോഴ്സിൻ്റെ സകല ഡീറ്റെയിൽസും തരും. അപ്പം ആ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ട സമയത്ത് വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനും ഒട്ടും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. സോ പ്രാക്ടീസ് വഴിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് പഠിക്കാനും പറ്റും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ജോയിൻ അവർ ഫാമിലി. താങ്ക് യു. English Mithra. Stop worrying, start learning.